ന്യൂസ് ക്ലിക്കിൻ്റെ ഫൗണ്ടർ എഡിറ്ററും സീനിയർ ജേർണലിസ്റ്റുമായ 74-കാരനായ പ്രബീർ ഫുർക്കായസ്ത എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ കഴിഞ്ഞ ഒക്ടോബറിലാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജാമ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവോ മറ്റു കാര്യങ്ങളോ ഒന്നും തങ്ങൾക്ക് നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഏത് ഗ്രൗണ്ടിലാണ് ഇതിനെ ബെയിൽ ആപ്ലിക്കേഷൻ വാദിക്കേണ്ടതെന്നും വ്യക്തതയില്ലെന്നും ഇത്തരം അറസ്റ്റുകൾ ഇന്ത്യയിൽ ഇന്ന് വ്യാപകമാവുകയാണെന്നും അഭിപ്രായപ്പെട്ടു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ അത് വ്യക്തമായി ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഇറക്കിയ എല്ലാ ഉത്തരവുകളും അസ്ഥിരപ്പെടുന്നതാണെന്നും ഫ്രീഡത്തിനും ലിബർട്ടിക്കും വലിയ വിലയുണ്ട് ഈ രാജ്യത്തെന്നും പറയേണ്ട സ്ഥിതിവിശേഷത്തിലേക്കെത്തി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 3-നാണ് ന്യൂസ് ക്ലിക്ക് ഫൗണ്ടർ എഡിറ്ററെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം നിലവിലുള്ള BJP സർക്കാരിനെതിരെ വളരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ്. ന്യൂസ് ക്ലിക്ക് പല സന്ദർഭങ്ങളിലും സർക്കാരിന് വലിയ തലവേദനയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവിടെ റെയ്ഡ് നടക്കുകയും അദ്ദേഹത്തെ UAPA പോലെയുള്ള ജാമ്യം പോലും നിഷേധിക്കുന്ന വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 3-ന് ശേഷം ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിന് മറ്റൊരു വിധമായ നീതിയും ലഭിച്ചില്ല. താഴെയുള്ള കോടതികളിലൊക്കെ സമീപിച്ച് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഒടുവിൽ അറിയപ്പെടുന്ന അഭിഭാഷകനായ കപിൽ സിബലിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചു. എന്നിട്ട് BR ഗവായി, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിലാണ് ആ കേസ് വന്നത്. ആ കേസിൻ്റെ വിചാരണ കഴിഞ്ഞ ദിവസം ആരംഭിച്ച വേളയിലുണ്ടായ കാര്യങ്ങളാണ് ലൈവ് ലോ അടക്കമുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ഓൺലൈൻ പോർട്ടലുകൾ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞത്, വെൻ വി ആസ്ക്ഡ് വൈ വി ആർ നോട്ട് ഇൻഫോംഡ് ദ പോലീസ് said it was 6 AM. The FIR was not given to us. We applied. The police objected. The grounds of arrest were not communicated. ഞങ്ങൾ പോലീസിനെ സമീപിച്ചു. എന്തുകൊണ്ടാണ് അറസ്റ്റ് ഇൻഫോം ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് വെളുപ്പിന് 6 മണിക്കാണ് അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാണ് മറുപടി കിട്ടിയത്. FIRൻ്റെ കോപ്പി ചോദിച്ചു. അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു. എന്നാൽ ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്തതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേയില്ല. എന്നിട്ട് കപിൽ സിബൽ പറഞ്ഞത്, ദ പവർ ടു അറസ്റ്റ് വാസ് നോട്ട് എ ഡിസ്ക്രിഷണറി വൺ. ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സോളിഡ് റീസൺസ്. ആഫ്റ്റർ ഓൾ എ പേഴ്സൺസ് ലിബർട്ടി വാസ് ടേക്കൺ അവേ. അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വിവേചന അധികാരമല്ല. അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നും അറിയിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് യഥാർത്ഥത്തിൽ കവർന്നെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു എന്ന ആളിനോട് കോടതി കടുപ്പിച്ച് ചോദ്യം ചോദിച്ചത്. വാസ് ഹി ഗിവൺ ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്? അൺലെസ് യു ഗേവ് ഹിം ദ ഗ്രൗണ്ട്സ്, ഹൗ ക്യാൻ വി ഡിഫെൻഡ് ഹിംസെൽഫ് ഓർ അപ്ലൈ ഫോർ ബെയിൽ? ഇതുവരെ അറസ്റ്റ് ചെയ്ത കാരണങ്ങൾ നിങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഗ്രൗണ്ട് എന്താണെന്ന് ബോധിപ്പിക്കാതെ അവരുടെ ജാമ്യാപേക്ഷ തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി അത് വാക്കാൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറഞ്ഞു, വാക്കാൽ അറിയിച്ചാൽ പോരാ, ഇപ്പോഴത് കൃത്യമായി എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുക്കാത്തിടത്തോളം കാലം രേഖകൾ നൽകുന്നില്ലെങ്കിൽ ആ അറസ്റ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്സിക്വൻ്റ് നടപടികളും ഇല്ലീഗലാണ്. ഡിജിറ്റൽ മീഡിയയിലൂടെ ചൈനീസ് ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെയും കൊടുത്തതുമില്ല. കോടതി പറഞ്ഞത്, നിങ്ങളൊരു പ്രീമിയർ ഏജൻസിയാണ്, പക്ഷേ നിങ്ങൾക്ക് 180 ദിവസമായിട്ടും ഈ കേസിനെ സംബന്ധിച്ച് രേഖാമൂലമുള്ള തെളിവുകൾ വെച്ച് ഒരു ചാർജ് ഷീറ്റ് പോലും നൽകാനാവുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്, നീതിരഹിതമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഏതായാലും വാദം തുടരുകയാണ്. ഇങ്ങനെ കുറേ പേർ ഒരു രേഖകളും മറ്റുള്ള കാര്യങ്ങളും തെളിവുകളുമൊന്നുമില്ലാതെ പലതരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു സവിശേഷമായ സ്ഥിതിവിശേഷമാണ്.